ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ കൊച്ചിൻ്റെ പിന്നാലെ നമ്മുടെ വിക്രം ചെന്നപ്പോഴേക്കും കുട്ടികളെല്ലാം സ്കൂൾ ബസ്സിലിരുന്ന് നമ്മുടെ ഗൗരിമോളെ കളിയാക്കുക, നീ പേടിത്തൊണ്ടിയായിട്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഗൗരിമോൾക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര എന്തൊക്കെയോ പോലെ. പെട്ടെന്ന് കൊച്ചു വണ്ടി അവിടെ നിർത്തിച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് വിക്രത്തോട് ചോദിച്ചു, നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നതെന്ന്. അപ്പോൾ മോളുടെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടമല്ല, ഗോ ബാക്ക് എന്നും പറഞ്ഞ് ഗൗരിമോൾ പറയാം. അപ്പോഴേക്കും എന്താ നമ്മുടെ ടീച്ചർ വന്ന് മോളെ വിളിച്ചുകൊണ്ടും പോയി. വിക്രം ഒന്നും കാര്യമാക്കിയില്ല. വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഇവർ സ്കൂളിലെത്തിയപ്പോൾ വിക്രം ഇങ്ങനെ വണ്ടിക്കരികിൽ തന്നെയുണ്ട്. ബോഡി ഗാർഡ് അടുത്തേക്ക് വരണ്ട, പുറത്ത് നിന്നാൽ മതിയെന്നും കേട്ടല്ലോ എന്നും ഗൗരിമോള്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്രം ഇരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ മോളാണെന്ന് ഓരോ നിമിഷവും നമ്മുടെ ഗൗരിമോള് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരങ്ങ് പോയി. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ബസ് ഡ്രൈവർ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആ കുഞ്ഞിൻ്റെ ബോഡി ഗാർഡാണല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അങ്ങനെയും പറയാം, പോലീസിലാണോ ജോലിയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആരും അറിഞ്ഞു, അല്ല ഇവിടെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു പോലീസിലാണെന്നൊക്കെയും. ഏതായാലും ഇപ്പോൾ പോലീസിലല്ല, പോരേന്ന് ചോദിച്ചു. അപ്പം കേസ് അന്വേഷിക്കാൻ വന്നതാണോ? കേസോ? ഏത് കേസ്? ഞാനോ? കുഞ്ഞികൃഷ്ണേട്ടൻ എന്താ വട്ടാണോ? അയ്യോ, എൻ്റെ പേരെങ്ങനെയൊക്കെ അറിയാമെന്ന് ചോദിച്ചപ്പം കുഞ്ഞികൃഷ്ണേട്ടൻ്റെ മാത്രമല്ല, ഇവിടുത്തെ മറ്റു പലരുടെയും പേരെനിക്കറിയാം. എന്നാലും വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഇത്രയും പേരുടെയൊക്കെ പേര് പഠിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ തന്നെ ഉറപ്പാണെന്ന് അദ്ദേഹം. ഞാനൊരു ചായ കുടിക്കാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ ഇല്ല കേട്ടോ കുഞ്ഞികൃഷ്ണേട്ടാ, ഈ പരിസരത്ത് നിന്ന് മാറാൻ പറ്റില്ല, ചേട്ടൻ ചെല്ലാൻ പറഞ്ഞു. അപ്പം മൊത്തത്തിൽ എന്തോ ഒരു വിളിച്ചുകളി ഉണ്ടല്ലോ. അത് ശരി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ അങ്ങ് പോയി. പിന്നെ നമ്മുടെ ഗൗരിമോള് അവിടെ സ്കൂൾ റൂമിലിരുന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഒരു കൂട്ടുകാരി കൊച്ച് വന്നിട്ട്, എടി ഗൗരി, നിന്റെ ബോഡി ഗാർഡിനെ കാണാനില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോഴും പുറത്തേക്ക് നോക്കുമ്പോൾ വിക്രത്തെ കാണുന്നില്ല. എടി ഗൗരി, ദേ നിന്റെ ബോഡി ഗാർഡ് വരാന്തയിൽ ഇരിപ്പുണ്ടെന്നും പറഞ്ഞു വേറൊരു കുഞ്ഞു വന്നു. അപ്പം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഗൗരി മോള് വരാന്തയിലോട്ട് ചെന്നപ്പോൾ വിക്രം അവിടെ ഇരിക്കുന്നത് കണ്ടു. വിക്രം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്നു. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞു എന്ന് ഗൗരിമോള് ചോദിക്കുക. എന്താ? അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അകത്തേക്ക് വരരുത് എന്നല്ലേ? പിന്നെന്തിനകത്തേക്ക് വന്നത്? അയ്യോ അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട്. എന്നാൽ പിന്നെ തിരിച്ചു പോയിക്കൂടെ എന്നും ഗൗരിമോള്. അപ്പോൾ മോളുടെ അച്ഛൻ എന്നെ ചീത്ത പറയില്ലേന്ന് ചോദിച്ചു. അപ്പം എന്താ ഗൗരി ഇവിടെ വന്ന് നിൽക്കണേന്ന് ചോദിച്ചു ഒരു ടീച്ചർ വന്ന് ഗൗരിയോട്. അപ്പം എനിക്ക് ഇവിടെ ആരും വേണ്ട ടീച്ചറെ, പോവാൻ പറ എന്ന് പറഞ്ഞോണ്ട് ഗൗരിമോള് പറയാം. ഗൗരിയുടെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത്, എന്തിപ്പോൾ ചെയ്യാം? അപ്പോൾ എന്നെ കുട്ടികൾ കളിയാക്കാണെന്ന് പറയുമ്പോൾ അത് ടീച്ചർ നിർത്തി തരാം, എന്താ പോരെ വന്നേ വാ എന്ന് പറഞ്ഞ് ഗൗരിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് ടീച്ചർ അങ്ങ് പോയി. ക്ലാസ് റൂമിൽ ചെന്നു. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാവരും ഇങ്ങനെ ടീച്ചറെ കണ്ടപ്പോഴത്തേക്ക് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ടീച്ചർ കുട്ടികളോട് ഗൗരീനെ കളിയാക്കരുതെന്നുള്ള കാര്യം പറയുകയാണ്. ആരും ഇനി ഗൗരിയെ കളിയാക്കരുതെന്നും പറഞ്ഞു. വിവരങ്ങളെല്ലാം ടീച്ചർ പറഞ്ഞു. അങ്ങനെ ടീച്ചർ പറഞ്ഞതെല്ലാം കുട്ടികൾ ഓക്കെയും പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാകര മാഷിനെയാണ്. മാഷാണെങ്കിൽ തന്നെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ അലമാരിയിൽ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു ഡ്രസ്സ് കിട്ടി. അതെടുത്ത് നോക്കിയപ്പോൾ കമലയുടെ ഡ്രസ്സ്. കമല അന്നേരം വേഗം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ പറ്റി അദ്ദേഹം ആലോചിക്കുക കേട്ടോ. അങ്ങനെ അദ്ദേഹം കമലയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും മാഷേ എന്ന് പറഞ്ഞൊരു വിളി. അപ്പം കരഞ്ഞുകൊണ്ടുള്ളൊരു വിളിയാണ്, മാഷേ മാഷ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓടി അരവിന്ദ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് അരവിന്ദേട്ടൻ ഇങ്ങനെ അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി വിളിക്കാം, നമുക്ക് ആശുപത്രിയിൽ പോകാം, എന്നാ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് മാഷ്. അപ്പോൾ വേണ്ട മാഷേ വേണ്ട, ഒരു തുണിയെടുത്ത് കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഒരു മുറിവും കാര്യങ്ങളും. അപ്പോഴത്തേക്കും പിന്നെ BP ഉള്ള ആളല്ലേ, മുറിവ് എത്ര ആഴമുണ്ടെന്ന് അറിയില്ലല്ലോ, ഞാൻ വണ്ടി വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട മാഷേ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് സമ്മതിക്കുന്നില്ല. ആമി അറിഞ്ഞാൽ പേടിക്കുമെന്നും പറഞ്ഞു. താന്ന് മിണ്ടാതിരുന്നേന്ന് പറഞ്ഞു. സുധാകര മാഷ് വേഗം തന്നെ വണ്ടി വിളിച്ചു. അപ്പോഴേക്കും വണ്ടി വന്ന് അവരെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മുടെ ഗൗരിമോളുടെ സ്കൂളാണ് കാണിക്കുന്നത്. ഗൗരിമോളും കുട്ടികളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും കുട്ടികളെല്ലാം കളിക്കാൻ ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ വിക്രത്തിൻ്റെ അരികിലേക്ക് മറ്റു കുട്ടികൾ വന്ന് വിക്രത്തോട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പിള്ളേർ പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഗൗരിമോള് ഈ വിക്രത്തെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ടൊരു ചിരിയും ചിരിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഗൗരിമോൾക്ക് പറ്റുന്നതെല്ലാം ഗൗരിമോള് നമ്മുടെ വിക്രത്തിൻ്റെ മുന്നിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴും ഗൗരിമോള് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക. ബാക്കി കുട്ടികളെല്ലാവരും ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ടീച്ചർ അതുവഴി വന്നു. ടീച്ചർ ഇത് കണ്ടു. ടീച്ചർ എന്നിട്ട് ഗൗരിമോളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് നേരെ ഗൗരിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിച്ചു, ഗൗരിമോൾ എന്താ ഫുഡൊന്നും കഴിക്കാത്തേ? അത് പിന്നെ എനിക്കൊരു മൂഡില്ല മാം. അത് കൊള്ളാമല്ലോ, ഭക്ഷണം കഴിക്കാൻ മൂടില്ലെന്നോ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടി മോളിങ് വന്നേന്ന് പറഞ്ഞോണ്ട് ടീച്ചർ എന്നിട്ട് വിളിച്ചോണ്ട് പോവാ. എങ്ങോട്ടാന്ന് ചോദിച്ചു. മോള് വന്നേ
വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാം. എന്നിട്ട് ദേ അവിടെ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഗൗരിമോളെ കൊണ്ടുവന്നിരുത്തി ടീച്ചർ. മോൾ ഇവിടെ ഇരിക്കട്ടോ, ടീച്ചർ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞു തന്നിട്ട് ടീച്ചർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഗൗരിമോൾ ഈ ഫുഡും കയ്യിൽ പിടിച്ച് ഇങ്ങനെ ആ മരത്തിൻ്റെ അവിടെ ഇരിക്കുന്നു. ഇത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരിമോൾക്ക് ഒട്ടും ഇഷ്ടമായില്ല, ചപ്പാത്തിയൊക്കെ ആയിരിക്കുന്നത്. അപ്പോഴേക്കും ടീച്ചർ പോയി വിക്രത്തെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. വിക്രം അന്നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അവിടെ. ഗൗരിമോൾക്ക് അത് ഇഷ്ടമായില്ല. എന്തായാലും അകമ്പടി ഉള്ളതല്ലേ, ഇവളെ കൊണ്ട് ഈ ഭക്ഷണം കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എസ്കോട്ട് വരുന്ന ആൾക്ക് ഇരിക്കട്ടെ, ഗൗരിമോൾ മുഴുവനും കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ മതി കേട്ടോ എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. എന്താ എന്ന് ഗൗരിമോള് വിക്രത്തോട് ചോദിച്ചു. ഗൗരിമോള് കഴിക്കാൻ പറഞ്ഞു വിക്രം. അത് പറയാൻ ഇയാളാരാ? അതോ, ഗൗരിമോള് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് അച്ഛൻ ഇപ്പം വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അയ്യോ നുണ, കല്ല് വെച്ച നുണയാണെന്ന് പറയുമ്പോൾ അതോ, എന്നാൽ പിന്നെ വിളിച്ചു നോക്കണം. ഇപ്പോൾ വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ കഴിക്കില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദേ എന്നാൽ പിന്നെ ഗൗരിമോൾ അതങ്ങ് കഴിച്ചേ, പ്രശ്നം തീർന്നില്ലേ? ഞാൻ നിങ്ങളുടെ മോളല്ലാന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ, എന്നാ ഗൗരി മേഡം കഴിക്കും. മേഡന്നോ? ആ, എൻ്റെ ഗൗരിക്കുട്ടിയെ നല്ലതുപോലെ ബഹുമാനിക്കണമെന്ന് ഗൗരിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മേഡം ഒന്ന് വിളിക്കണ്ടേ? കഴിച്ചില്ലെങ്കിലോ ഞാനിപ്പോൾ അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ഉറപ്പാണോ? അപ്പോൾ അയ്യപ്പ സ്വാമിയാണ് ഉറപ്പ്. കുറച്ച് കഴിക്കാം, മുഴുവൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. കഴിച്ചു തുടങ്ങിക്കോ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിമോള് കുറച്ച് ഫുഡ് എടുത്തു കഴിക്കുന്നു. അപ്പോഴത്തേക്കും വിക്രത്തിന് ഒരു കോള് വന്നു. അപ്പോൾ വിക്രം അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുക. അച്ഛനാ വിളിച്ചത്, നമ്മുടെ അരവിന്ദേട്ടൻ്റെ കാര്യം പറഞ്ഞു. ആണോ, എപ്പോൾ എന്നൊക്കെ ചോദിച്ചിങ്ങനെ. അപ്പോഴത്തേക്കും ഗൗരിമോൾ ഇങ്ങനെ നോക്കിയിരിക്കാം. അയ്യോ നല്ലതുപോലെ ബ്ലഡ് പോയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന ഉറുമ്പിനെയൊക്കെ എടുത്തത് ആ ഒരു പാത്രത്തിലേക്കും ഒക്കെ ഇങ്ങനെ ഇട്ട് നമ്മുടെ ഗൗരിമോൾ ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു വയ്ക്കുന്നു. അങ്ങനെ വിക്രം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ പറയും. അന്നേരത്തേക്കും ഗൗരിമോൾ അയ്യേ എനിക്ക് വേണ്ട ഈ കറി, ഇതിൽ മുഴുവൻ ഉറുമ്പാ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ കരപാത്രത്തിലേക്ക് ഉറുമ്പിനെ പിടിച്ചിട്ടു. അപ്പോൾ എനിക്ക് വേണ്ട, ഇതിൽ മുഴുവൻ ഉറുമ്പാണ് നമ്മുടെ ഗൗരിമോൾ, ഇത് കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് ഗൗരിമോൾ പറയാം കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്തോടെ ഇങ്ങനെ ഉറുമ്പ് നടക്കണം. അപ്പോഴത്തേക്കും ടീച്ചർ വന്നു. എന്താ ഇവിടെ ഒരു ബഹളം? അപ്പോഴത്തെ ഇത് നേരെ ഉറുമ്പാ ടീച്ചറെ, എന്നോട് ഉറുമ്പിനെ തിന്നാൻ പറയാ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്നായി നമ്മുടെ ഗൗരിമോൾ. അപ്പോൾ ടീച്ചർ ആ ഫുഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഉറുമ്പ് നടക്കണം. അപ്പോൾ സത്യം പറ ഗൗരി, ഇത് നീ ഇതിലേക്ക് എടുത്ത് ഇട്ടതല്ലേ എന്ന് ടീച്ചർ ചോദിച്ചു. അന്നേരം അയ്യോ ടീച്ചറെ, മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് അതിലുണ്ടായിരുന്നത് തന്നെയാണെന്ന് നമ്മുടെ വിക്രം പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ഗൗരിമോൾ ഇങ്ങനെ വിക്രത്തെ തന്നെ നോക്കുക കേട്ടോ. വിക്രം എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പം മോൾ ഇത് കഴിക്കണ്ട, അങ്കിള് മോളുടെ അച്ഛനോട് ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഉറുമ്പില്ലാത്ത ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാം, എന്താ പോരേന്ന് ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ വിക്രം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഗൗരി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം ടീച്ചർ അതെ അങ്ങേര് കൊണ്ടുവരുന്നത് കഴിക്കണ്ടേ, അപ്പം അതുവരെ ക്ലാസ്സിലിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ ഇങ്ങനെ ഗൗരിമോളെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഗൗരിമോൾക്ക് എന്തോ ഒരു ഗൗരിമോൾ എന്നിട്ട് ഇങ്ങനെ വിക്രത്തെ തിരിഞ്ഞ് നോക്കി അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധാകരൻ മാഷാണെങ്കിൽ അവിടെ ഇരിക്കുക ഹോസ്പിറ്റലിൽ. അപ്പോഴേക്കും വിക്രത്തിൻ്റെ കോള് വന്നു. ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിച്ചു. അരവിന്ദിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. പക്ഷേ എന്താ അച്ഛാ, ആ കുട്ടിയുടെ കാര്യമാണ് കഷ്ടം. എന്തു പറ്റി അച്ഛാ? ആമ്മി ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ അരവിന്ദനെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് അച്ഛൻ വീണു തലപൊട്ടി എന്നൊക്കെ കേട്ടപ്പോൾ ആ കുട്ടി അങ്ങ് വല്ലാതായിപ്പോയെന്ന് പറഞ്ഞു. എന്നിട്ടോ ഒരു പാനിക് അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. ആകെ വിയർത്ത് ശ്വാസം മുട്ടി ആ കുട്ടി കുഴഞ്ഞു വീണു. ഇപ്പോൾ ഒബ്സർവേഷനിലാണെന്ന കാര്യം അച്ഛൻ പറയാം. നേഴ്സാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനവൻ്റെ കാര്യം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ആമിയുടെ കണ്ടീഷൻ അതങ്ങനെയാ അച്ഛാ. ഞാനിപ്പോൾ അങ്ങോട്ട് വരണോ എന്ന് വിക്രം ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട, ഇപ്പം ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. നീ അവിടെ എന്താന്ന് വെച്ചാൽ അത് നോക്കിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. വിക്രത്തിനും ആകെ വിഷമമായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദയെ കാണിക്കുന്നത്. വേദ ഇങ്ങനെ ഫോണിലൊക്കെ സംസാരിക്കുന്നു. ആ സമയത്ത് പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ വേദ അവരോട് അകത്തേക്ക് വരാൻ അവിടെ എന്നെ വിഷയമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും മേഡത്തെ കാണുമെന്നും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. അവരകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഒരു ചേച്ചി ഒരു ചേട്ടനോ വന്നത്. അപ്പോൾ എന്നാ പ്രശ്നമായി, ആര് നിങ്ക എന്നൊക്കെ വേദ ചോദിക്കാം. എതുക്ക് ഇങ്ങ് വന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഡം എൻ്റെ പേര് ധനേഷ് എന്നാണ്, ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇത് മല്ലി ഇവിടെ തിരുനെൽവേലിയിലാണ് താമസമെന്ന് പറയുമ്പോഴും ഇങ്ങനെ നോക്കുക. മല്ലിയുടെ
വീടിനടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ സോർട്ടിങ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പോസ്റ്റ് ഓഫീസിന് നല്ല കമ്പ്യൂട്ടർ സെൻറ്ററിൽ മല്ലികയ്ക്ക് ജോലി ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയാം. അങ്ങനെ കണ്ട് പരിചയമായതാണെന്നൊക്കെ പറഞ്ഞു. കാര്യം മനസ്സിലായി. ഇപ്പം എന്താ ശരിക്കും പ്രശ്നം? അത് പിന്നെ സംരക്ഷണം വേണം എന്ന കാര്യം പറയാം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മല്ലിയുടെ വീട്ടുകാരറിഞ്ഞെന്നും അവർക്ക് ഈ ബന്ധത്തിൽ തീരെ താല്പര്യമില്ല എന്ന കാര്യവും പറയണം. ഇവളുടെ അച്ഛനും ചേട്ടനും കൂടി എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഇവളെ വിട്ടുകളയാൻ പറ്റില്ല മാഡം. ഞാൻ പിന്മാറില്ല എന്ന് ഉറപ്പായപ്പോൾ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വന്ന് ഇങ്ങനെ വിവരങ്ങളും പറയാം. ഞങ്ങൾക്ക് വേണ്ട നിയമപരമായ പ്രൊട്ടക്ഷനാണ്, പ്ലീസ് മാഡം ഞങ്ങളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മല്ലി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ധനേഷ് സൊല്ലിരിപ്പില്ല മാഡം, എങ്ങൾക്ക് ഒരുമിച്ച് വാഴണമെന്ന് ആശ ഇருக்கு എന്നുള്ള കാര്യം പറഞ്ഞു. ഞങ്ങൾ കൈവിടരുതെന്നൊക്കെ ആ പെൺകുട്ടിയും പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ വേദ പഴയ കാര്യത്തെപ്പറ്റി ആലോചിക്കുവാണ്. അന്ന് വേദ ഇടയ്ക്ക് കയറിയതും പിന്നെ വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയതുമായ കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങളെങ്ങനെ എന്തിനും ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചപ്പോൾ വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു മാഡം എന്നാ ചെറുപ്പക്കാരൻ പറയണു. അപ്പം ജില്ലാ കളക്ടറുടെ ഓഫീസ് കണ്ടപ്പോൾ ഓടിക്കയറി വന്നതാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം, തൽക്കാലം ഞാനൊന്ന് അന്വേഷിക്കട്ടെ മാഡം. അതിനുള്ള സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കെട്ടുകഴിഞ്ഞല്ലോ. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കെതിരെ ഒന്നും ഉണ്ടാവില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് കോടതിയിൽ പരിഹരിക്കേണ്ട കേസാണെന്നും ഞാൻ അവിടുത്തെ CIA വിളിച്ച് പറഞ്ഞോളാമെന്നും വേദ പറയാട്ടോ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതിയുമായിട്ട് സ്റ്റേഷനിൽ ചെന്നാൽ മതി, ബാക്കി അവർ നോക്കിക്കോളൂ എന്ന് വേദ ഇവരോട് പറഞ്ഞു കൊടുത്തു. പിന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതിയെന്നും അതോടെ തീർന്നോളും പ്രശ്നങ്ങൾ, ധൈര്യമായിട്ട് പോയിക്കോളാനും പറഞ്ഞു. അങ്ങനെ വേദ ഇവരെ പറഞ്ഞയക്കാം. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എന്നും പറഞ്ഞു വേദ ഇങ്ങനെ അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം തൻ്റെ വിക്രത്തെ പറ്റിയുള്ള ഓർമ്മകളിൽ ഇങ്ങനെ നമ്മുടെ വേദ ഇരിക്കുന്നു. അതിനുശേഷം വിക്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കി, എന്നിട്ട് വിക്രം എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വേദ വിക്രം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിലേക്ക് ഇങ്ങനെ ചിന്ത കൊണ്ടുപോയി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.